ഏതൊരു സ്ത്രീയായാലും നമുക്ക് ആ ഒരു സമയത്ത് നമ്മുടെ ഭർത്താവ് വേണം, സാമീപ്യം ഭയങ്കരമായിട്ട് വേണം. അപ്പൊ ആ സമയത്ത് എന്നെ അന്ന് എന്താണ് മാതൃഭൂമിയുടെ ഒരു അവാർഡ് നടക്കുന്നു. എന്തൊക്കെ തെറിയാ വിളിക്കുന്നത്. നെഗറ്റീവ് കമന്റ് എനിക്ക് കുഴപ്പമില്ല, ഞാൻ തിരിച്ച് റിപ്ലൈ ഒന്നും ചിലത് ഞാൻ മൈൻഡ് പോലും ചെയ്തില്ല, കാരണം പ്രതികരിച്ചിട്ട് ഒരു കാര്യമില്ല. പക്ഷെ ഈ തെറി. ഹായ് എവരിവൺ, അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടനായ കലാഭവൻ മണിച്ചേട്ടൻ. ഇന്നും മലയാളികളുടെ മനസ്സിൽ ഏറെ നോവാണ് ആ മനുഷ്യൻ. കലാഭവൻ മണിയുടെ ഭാര്യയായിട്ടുള്ള നിമ്മിയെ പലർക്കും അറിയുമായിരിക്കും. മണിച്ചേട്ടന്റെ മരണശേഷം അധികമൊന്നും പബ്ലിക്കിൽ വരാതെ സ്വന്തം കാര്യം നോക്കി ജീവിക്കുകയായിരുന്നു ഇത്രയും കാലം അവർ. സാധാരണ ഒരു കലാകാരൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഭാര്യയുടെ ഇന്റർവ്യൂ ആയിരിക്കും ചറപറ പല ചാനലുകളിലും. പക്ഷെ നിമ്മിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഇന്റർവ്യൂവും കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ചാനലിൽ ഈ പറഞ്ഞ നിമ്മി ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം കാണാനിടയായി. നല്ല രീതിയിൽ റീച്ച് കിട്ടിയ ഒരു ഇന്റർവ്യൂ ആയിരുന്നു അത്. സ്വാഭാവികമായിട്ടും വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് കിട്ടേണ്ട റീച്ച് എത്രയായിരിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. എന്നാലും ആ ഒരു ഇന്റർവ്യൂവിൽ മണിച്ചേട്ടനുമായിട്ടുള്ള ചില അനുഭവങ്ങൾ നിമ്മി പങ്കുവയ്ക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം. അപ്പൊ ആ കലാഭവൻ മണിച്ചേട്ടന്റെ ആ ഒരു ഓർമ്മകളില് ഏറ്റവും ഹൃദയത്തെ സ്പർശിച്ച ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ സംബന്ധിക്കുകയാണെങ്കിൽ ഇപ്പൊ മകള് ജനിക്കുന്ന സമയത്ത് മണിച്ചേട്ടൻ എന്നെ ഓപ്പറേഷന് ഡെലിവറിക്ക് കൊണ്ടുപോകുന്ന സമയത്ത് മണിച്ചേട്ടന്റെ അടുത്തുണ്ടായിരുന്നു. ഏതൊരു സ്ത്രീയായാലും നമുക്ക് ആ ഒരു സമയത്ത് നമ്മുടെ ഭർത്താവ് വേണം, സാമീപ്യം ഭയങ്കരമായിട്ട് വേണം. അപ്പൊ ആ സമയത്ത് എന്നെ അന്ന് എന്താണ് മാതൃഭൂമിയുടെ ഒരു അവാർഡ് നടക്കുന്നു. അപ്പൊ അന്ന് രാവിലെ എന്റെ അടുത്ത് പ്രോഗ്രാമിന് പോകാൻ പോയപ്പോ ചോദിച്ചു, ഞാൻ പോയിക്കോട്ടെ, വയ്യായൊന്നും ഇല്ലല്ലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ പോണില്ല, ഇത്രയും വലിയ ഫംഗ്ഷൻ ആയ പോലും ഞാനത് വേണ്ടെന്ന് വെക്കാം, ഞാൻ പോണില്ല എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ വയ്യായിക ക്ഷീണോ പകച്ചൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ അന്ന് ആങ്കറിംഗ് ആയിരുന്നു ചെയ്യാൻ വിചാരിച്ചത്. അപ്പൊ നമ്മുടെ ഒരു ഇതുകൊണ്ട് അത്രയും വലിയൊരു പ്രോഗ്രാമിന് ഒരു ഇത് വേണ്ട എന്ന് വെച്ചിട്ട് ഞാൻ പോയിക്കോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കാണ് എനിക്ക് പെയിനൊക്കെ തുടങ്ങിയത്. അപ്പൊ ആ സമയത്ത് ഞാൻ മനുഷ്യനെ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് വിളിച്ചിട്ടൊന്നും കിട്ടണ്ടായിരുന്നില്ല, കാരണം ആള് പ്രോഗ്രാമിന് തിരക്കിലൊക്കെയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഡെലിവറിക്ക് കയറ്റിയപ്പോഴും എനിക്ക് വല്ലാത്ത വിഷമം. അപ്പോ മണിച്ചേട്ടനും ഒത്തുള്ള മറക്കാൻ പറ്റാത്ത അനുഭവമാണ് നിമ്മി അവരുമായിട്ട് പങ്കുവെക്കുന്നത്. അതായത് നിമ്മി ചേച്ചി വളരെ അതിയായിട്ട് ആഗ്രഹിച്ചിരുന്നു പ്രസവ സമയത്ത് മണിച്ചേട്ടൻ അടുത്ത് വേണോ. പക്ഷെ സാഹചര്യം കാരണം മണിച്ചേട്ടൻ അവിടെ എത്താൻ പറ്റിയില്ല. അതിന്നും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായി മനസ്സിൽ കിടപ്പുണ്ട് എന്നാണ് നിമ്മി ചേച്ചി പറയുന്നത്. വളരെ ചെറിയ ഒരു ഇന്റർവ്യൂ ആണ് കേട്ടോ. പിന്നെയും കുറെ കാര്യങ്ങളൊക്കെ നിമ്മി ചേച്ചി പറയുന്നുണ്ട്. അതൊന്നുമല്ല മെയിൻ സംഭവം എന്ന് പറയുന്നത് ഈ ഇന്റർവ്യൂവിന്റെ കമന്റ് ബോക്സ് ആണ്. ഈ കമന്റ് ബോക്സിൽ നിമ്മി ചേച്ചിയെ വളരെയധികം എല്ലാവരും പോസിറ്റീവായിട്ട് പൊക്കിയടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു പലരെയും വെച്ചിട്ട് നിമ്മി ചേച്ചിയെ കമ്പയർ ചെയ്യുന്നുണ്ട്. ഞാൻ അത്തരത്തിൽ ഒന്ന് രണ്ട് കമന്റ്സ് നിങ്ങൾക്ക് വായിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. കൊല്ലം സുധിയുടെ ഭാര്യയെ ഓർത്തുപോയി. ഇതാണ് ഭർത്താവിനെ സ്നേഹിക്കുന്ന യഥാർത്ഥ ഭാര്യ. എന്റെ മനസ്സിൽ എപ്പോഴും ജീവിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട മണിച്ചേട്ടന്റെ ഭാര്യ എന്ന നിലയിൽ ചേച്ചിയോട് ബഹുമാനം തോന്നുന്ന നിമിഷം. ഈ ഇടയിൽ മരണപ്പെട്ട ഒരു കലാകാരന്റെ ആ കലാകാരന്റെ ഞാൻ ഓർത്തേ ഉള്ളൂ ആ ഭാര്യയെന്ന്. ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായല്ലോ. കൊല്ലം സുധിയുടെ ഭാര്യയായിട്ടുള്ള രേണുവിനെയാണ്. ഭയങ്കര കമ്പാരിസൺ ആണ് നിമ്മി ചേച്ചിനെയും രേണുവിനെയും വെച്ചിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇവർ രണ്ടുപേരെയും വെച്ചിട്ട് ആൾക്കാർ ഇങ്ങനെ കമ്പയർ ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. നിമ്മി ചേച്ചി എവിടെ കിടക്കുന്നു, രേണു സുധി എവിടെ കിടക്കുന്നു? 2-3 തലമുറയ്ക്ക് കഴിയാനുള്ള എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് മണിച്ചേട്ടൻ ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞത്. ഒന്നും വേണ്ട, മണിച്ചേട്ടൻ മരിക്കുന്നതിന് മുൻപ് കൈരളി ടിവിയിൽ ഒരു ഹോം ടൂർ നടത്തിയിട്ടുണ്ടായിരുന്നു മണിച്ചേട്ടന്റെ വീടിന്റെ. ഞാൻ അതിന്റെ ചെറിയൊരു ഭാഗം കാണിച്ചുതരാം. ഇതാണ് എന്റെ വീട്, എന്റെ വീടും പരിസരങ്ങളും. ഇതെന്റെ ഇത് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ് സ്കോർപിയോ. കൃഷിയോട് എനിക്ക് വലിയ ഇഷ്ടമാണ്. കൃഷിയോട് ഇഷ്ടമെന്ന് പറഞ്ഞാൽ എനിക്ക് വാഴ കൃഷി ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ എൻ്റെ വൈഫിൻ്റെ അച്ഛൻ അതിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പുകളും ചെയ്തു തരുന്നുണ്ട്. കാരണം ഇവിടെയൊക്കെ ഓരോ പറമ്പുകളിലും നമ്മൾ വാഴ കടന്നു. ഇപ്പൊ വാഴ വെട്ടിയെന്നോ കണ്ടല്ലോ. അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു വീടും ഒരുപാട് പറമ്പുകളിൽ കൃഷിയും വാഹനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ലൊരു ബാങ്ക് ബാലൻസ് മണിച്ചേട്ടന്റെ അക്കൗണ്ടിൽ മരിക്കുന്നതിന് മുൻപ് തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മണിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞിട്ടും ജീവിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും നിമ്മി ചേച്ചിക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത്രയും സേഫ് ആക്കിയിട്ടാണ് മണിച്ചേട്ടൻ ഈ ലോകത്ത് നിന്നും പോയത്. നിമ്മി ചേച്ചിക്ക് ആ കുട്ടിയെ നോക്കി ആ കുടുംബമൊക്കെ നോക്കിയിട്ട് നന്നായിട്ട് ജീവിച്ചു പോയാൽ മാത്രം മതി. പക്ഷേ രേണു ചേച്ചിയുടെ അവസ്ഥ അങ്ങനെയാണോ? കൊല്ലം സുധി മരിക്കുന്ന സമയത്ത് അവര് താമസിച്ചത് ഒരു വാടക വീട്ടിലായിരുന്നു. അന്നു പോകുന്ന പ്രോഗ്രാമിനൊക്കെ പോയി കിട്ടുന്ന വരുമാനം കൊണ്ടായിരുന്നു കുടുംബജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരാൾ മരിക്കുന്ന സമയത്ത് ആ ഭാര്യയും പിള്ളേരും പെരുവഴിയിലാകുകയായിരിക്കും ചെയ്യുന്നത്. അവിടെ നിന്ന് ആ കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ രേണു ചേച്ചിക്ക് ആ കുടുംബത്തിന് വേണ്ടിയിട്ട് മുൻകൈ എടുത്ത് എന്തെങ്കിലും ചെയ്യേണ്ടതാണ്.
അങ്ങനെയാണ് അവര് ഓരോ വീഡിയോസിലും റീലിലും അതുപോലെ തന്നെ ഫോട്ടോഷൂട്ടിനും ഒക്കെ പോകാൻ തുടങ്ങിയത്. അങ്ങനെ ഒരാളെ കുറിച്ച് ഈ കലാഭവമണിയുടെ ഭാര്യയുമായിട്ട് കമ്പയർ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ കിടക്കുന്ന ലോജിക്ക്? ഈ കമ്പയർ ചെയ്യുന്നവന്മാരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ കുറച്ചൊക്കെ എങ്കിലും ബോധം വേണ്ടേ? ഇപ്പൊ ഇനി ഇത് കേൾക്കുന്ന കുറെ പേര് വന്നിട്ട് പറയും, കഴിഞ്ഞ ദിവസം നീ വേണമെങ്കിൽ രേണുവിനെ കുറിച്ച് കുറ്റം പറഞ്ഞില്ലേ, നീ അല്ലേ അങ്ങനെ ഒരു വീഡിയോ ഇട്ടത് എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ വരും. എന്നിട്ട് ഇപ്പൊ എന്താണ് അവരെ പൊക്കി പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഒരിക്കലും രേണു സുധിയെ ഒരിക്കലും മോശക്കാരിയായിട്ട് സംസാരിച്ചിട്ടില്ല. അവര് ചെയ്ത ഒരു ഫോട്ടോഷൂട്ട്, കല്യാണം കഴിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു ഫോട്ടോഷൂട്ട്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ആ ഒരു ഫോട്ടോഷൂട്ട്, കൊല്ലം സുധി മറ്റൊരു വിവാഹം കഴിച്ചു എന്ന ആ ഒരു ക്യാപ്ഷൻ ഇട്ട് ഫോട്ടോഷൂട്ട് പ്രചരിപ്പിച്ചു അവര്. അത് വളരെ മോശമായി പോയെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിലെവിടെയും ഞാൻ രേണു ചേച്ചിയെ മോശക്കാരിയായിട്ട് സംസാരിച്ചിട്ടില്ല. നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവർക്ക് ഈ ഫോട്ടോഷൂട്ട് വഴിയോ റീൽസിലോ ഒക്കെ അഭിനയിച്ച് ഒരു 500 രൂപയെങ്കിലും കിട്ടുന്ന ആ ഒരു വഴി ഉണ്ടെങ്കിൽ അതല്ലേ നല്ലത്, കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാലോ എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്തായാലും ഇപ്പൊ കലാഭവമണിയുടെ ഭാര്യയായിട്ടുള്ള നിമ്മി ചേച്ചി എല്ലാവരും കൂടി എടുത്ത് പൊക്കി തലേ വെക്കുന്നുണ്ടല്ലോ. ഇനി ഇതേ നിമ്മി ചേച്ചിയോട് തന്നെ കലാഭവമണി മരിച്ച സമയത്ത് ആ ഒരു സീൻ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞാൻ ഓർമ്മിപ്പിച്ചു തരാം. അതായത് കലാഭവമണി മരിച്ച സമയത്ത് ഈ പറയുന്ന മനോരമ ന്യൂസുകാരൻ നിമ്മി ചേച്ചിയുടെ അടുത്തേക്ക് പോയിട്ട് ഒരു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരാം. ആരൊക്കെ വന്നിരുന്നു പറയുന്നു. ഇന്നിപ്പോ അദ്ദേഹത്തിന്റെ സഹോദരൻ തന്നെ മണിയുടെ സുഹൃത്തുക്കളെ കുറിച്ച് സംശയമൊക്കെ ഉന്നയിച്ചിട്ടുണ്ടല്ലോ. അതായത് അന്ന് അവിടെ മദ്യം കഴിച്ചിട്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ എന്നാണ് നമുക്കറിവ്. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ആളുടെ ബ്ലഡിന്റെ റിസൾട്ടില് ഈ 2-3 കെമിക്കൽസ് ആളുടെ അകത്ത് ചെന്ന് മരിച്ചു എന്നാണ് ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അന്ന് കഴിച്ച എന്തെങ്കിലും സംഭവത്തിന്റെ ആയിരിക്കും. ഓക്കെ, ഈ സുഹൃത്തുക്കളെ സംശയിക്കാനുള്ള സാഹചര്യം എന്താണ്? സുഹൃത്തുക്കളാണ് അവരെയാണ് സംശയിക്കുന്നത്, സഹോദരൻ അടക്കം ഇന്നലെ തൊട്ട് പറയുന്നുണ്ട് കൃത്യമായി. കാരണം അതിനു മുമ്പ് അടുത്ത ദിവസങ്ങളിൽ ആള് പ്രോഗ്രാമിനൊക്കെ പോയി ആളൊരു കുഴപ്പമില്ലാതിരുന്ന ആളാണ്. പെട്ടെന്നാണ് ഇങ്ങനെ അന്നത്തിന് ശേഷം ആളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ. ഓക്കെ, അപ്പൊ ഇത് കലാഭവമണി ചേട്ടൻ മരിച്ച ആ ഒരു സമയത്ത് നിമ്മി ചേച്ചി പറഞ്ഞ കാര്യങ്ങളാണതെല്ലാം. എന്തോ ഉള്ളിൽ ചെന്നിട്ടാണ് പുള്ളിക്കാരൻ മരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. അതെങ്ങനെ ഉള്ളിൽ ചെന്നു എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു ഇതും തെളിവുകളും കാര്യങ്ങളും ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പോഴും ദുരൂഹമായ കാര്യങ്ങൾ തുടരുകയാണ്. കഴിച്ച മദ്യത്തിലൂടെയാണ് കീടനാശിനി ഉള്ളിൽ ചെന്നതെന്നാണ് അന്ന് പ്രചരിച്ച റിപ്പോർട്ടുകൾ. അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതാണ് പുള്ളിക്കാരി. ഈ വീഡിയോയുടെ അടിയിൽ വന്ന കമന്റ് ബോക്സിൽ വന്ന ആ ഒരു കുറച്ച് കമന്റ്സ് ഉണ്ട്, അതൊക്കെ ഒന്ന് ഞാൻ വായിച്ചു തരാം. കുറച്ചല്ല, മെജോറിറ്റി ഓഫ് കമന്റ്സും അങ്ങനത്തെ കമന്റ്സ് തന്നെയാണ്. അതൊന്ന് വായിക്കാം. ഒരിക്കൽ പോലും ഇവർ മണിച്ചേട്ടെന്നു പറഞ്ഞില്ല, ഇവർക്ക് പണം മാത്രം മതി. ഇവരുടെ സംസാരം കേട്ടപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലായി, മണിച്ചേട്ടനോടുള്ള ഇവളുടെ സ്നേഹം കള്ളിന്. ഭർത്താവുമായിട്ട് അത്ര അടുപ്പമില്ലാത്ത പോലെയാണ് സംസാരം. സ്വന്തം ഭാര്യയായിട്ട് പോലും അയാളെന്ന് പറയുന്നു. അന്യ ആൾക്കാരും മരിച്ചതുപോലെയാണ് ആ ഭാര്യയുടെ സംസാരം. ഭർത്താവാണെന്നുള്ള സംസാരം പോലും അതിനകത്ത് കേൾക്കുന്നില്ല. കഷ്ടമൊന്നും. ഫുള്ളും ഇതുപോലുള്ള കമന്റ് വഴി സൈബർ അറ്റാക്ക് ചെയ്തിരുന്നു. ഭർത്താവിനെ സ്നേഹിക്കുന്നില്ല, ഭർത്താവിനെ ബഹുമാനിക്കുന്നില്ല, അയാളെന്നൊക്കെ പറഞ്ഞാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമന്റ് വന്നു. ശരിക്കും പറഞ്ഞാൽ ക്യാമറയ്ക്ക് മുന്നിൽ അവർ കരഞ്ഞു കാണിച്ചില്ല, അതിനുള്ള അമർഷമാണ്. അന്ന് മണിച്ചേട്ടനോട് സ്നേഹമില്ല എന്ന് പറഞ്ഞ് സൈബർ അറ്റാക്ക് ചെയ്ത മനുഷ്യന്മാരാണ് ഇപ്പൊ വന്ന് താഴത്ത് കമന്റ് ഇടുന്നത്. അവരെ കണ്ടുപിടിക്കുന്നു. വളരെ സ്നേഹമുള്ള ഭാര്യ, മറ്റുള്ളവരൊക്കെ ഇവരെ കണ്ടാണ് പഠിക്കേണ്ടത്. ഞാൻ ആലോചിക്കായിരുന്നു എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ ആൾക്കാർക്ക് മാറാനായിട്ട്. അത് പിന്നെ മലയാളികളുടെ പണ്ടേയുള്ള ശീലമാണല്ലോ. ഒരാളെ പൊക്കി വെക്കാനും അതേപോലെ തന്നെ നിലത്തിട്ട് ചവിട്ടാനും മലയാളിക്കെല്ലാം കഴിഞ്ഞിട്ടേ ഉള്ളൂ, വേറെ ആരും. അതിനൊന്നും അധികം സമയമൊന്നും മലയാളികൾക്ക് വേണ്ട. അതിനുള്ള ഒരു ഉദാഹരണമാണ് ഈ പറയുന്ന നിമ്മി ചേച്ചിയും രേണു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആ ഒരു ദാസേട്ടൻ കോഴിക്കോടുമായിട്ടുള്ള ആ രേണുവിന്റെ റീല് വന്നു കഴിഞ്ഞതിന് ശേഷം ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് അതും കൂടെ ഒന്ന് കേട്ടോ. കാരണം ഈ കമന്റ് ഇടുന്നവര് ഒരു കാര്യം ചിന്തിക്കാൻ, നിങ്ങളുടെ വീട്ടിലും ഉണ്ട് പെണ്ണുങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പറയുമ്പോൾ നമ്മള് ഒബ്വിയസ്ലി ഇതുപോലെ നിങ്ങൾ കമന്റ് ഇടുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ ഉണ്ട്. അതുണ്ട് ആക്ച്വലി. ബിക്കിനി ഷൂട്ട് എടുക്കുന്നവരുണ്ടല്ലോ ഇവിടെ മലയാളികൾ ഇല്ലേ? പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇവിടെ, പേര് പറയുന്നവരും നിങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും അറിയാവുന്നവരുണ്ടല്ലോ. അവർക്ക് ആർക്കും ഇല്ലാത്ത പ്രശ്നം തന്നെ എന്നോട് ഈ തീർക്കുന്ന ഇവര്. അവരുടെയൊക്കെ ഞാൻ നോക്കുമല്ലോ, കമന്റ് നോക്കുമല്ലോ. ഈ മലയാളികൾ ആരും അവർക്കൊന്നും പറയുന്നില്ല, അവരൊന്നും പറയുന്നില്ല. അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. ഒരിക്കലും അത് തെറ്റാന്നല്ല, ഞാൻ ഒരിക്കലും ആരെയും തെറ്റ് പറയത്തില്ല. അതൊക്കെ അവരവന്റെ ഇഷ്ടമാണ്, എന്തിടണം എന്തിടണ്ടെന്നുള്ളത്. ഞാനൊരു റീൽ ചെയ്ത് ഇത്ര വലിയ പാതകം അതെനിക്ക് അറിയത്തില്ലായിരുന്നു. എന്തൊക്കെ ഈ തെറിയാ വിളിക്കുന്നത്. നെഗറ്റീവ് കമന്റ് എനിക്ക് കുഴപ്പമില്ല, ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുക്കും. ചിലത് ഞാൻ മൈൻഡ് പോലും ചെയ്തില്ല, കാരണം പ്രതികരിച്ചിട്ട് ഒരു കാര്യമില്ല. പക്ഷെ ഈ തെറി, അതേ ഉള്ള എനിക്ക് വിഷയം. എന്തിനാണ് ഈ തെറി വിളിക്കുന്നത്? ഒരു മനസ്സുഖം അല്ലാണ്ട് എന്ത്? ചിലർക്ക് 4 തെറി വിളിക്കുമ്പോൾ 4 പെറ്റ സുഖമാണ് കിട്ടുന്നത്. അതിനു വേണ്ടി ഇങ്ങനെ വിളിക്കുന്നു മാത്രം. എന്തായാലും അധികമൊന്നും ഞാനിവിടെ പറയുന്നില്ല. കലാഭവമണി ചേട്ടൻ മരിക്കുന്ന സമയത്ത് ഭാര്യയായിട്ടുള്ള നിമ്മി ചേച്ചിയോട് ആളുകളെ കാണിക്കാത്ത സ്നേഹം ഇപ്പൊ കാണിക്കുന്നതോടുള്ള ആ ഒരു ചേതോവികാരം ഉണ്ടല്ലോ, അതെന്താണെന്നുള്ളത് ഇപ്പൊ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അവരെ വെച്ചിട്ട് രേണു സുധിയെ കമ്പയർ ചെയ്തുകൊണ്ട് രേണുവിനെ ചവിട്ടി താഴ്ത്തണം. അതിനുവേണ്ടി അല്ല അന്ന് കാണിക്കാത്ത ഈ സ്നേഹപ്രകടനമൊക്കെ ഇപ്പൊ കാണിക്കുന്നത്.
എന്തായാലും കൊള്ളാം, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.